വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അനാലിസിസ് ഓഫ് ലാസ്റ്റ് മന്ത്. 11ാമത്തെ പോയിന്റ് ആണ്. എപ്പോഴും നമുക്കറിയാം, ജീവിതത്തിലായാലും നമ്മളെപ്പോഴും പറയും, നമ്മൾ ബാക്കിലേക്കും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് പാസ്റ്റ് എന്ത് തന്നെയായിരുന്നു, പാസ്റ്റ് നോട്ട് ഈക്വൽ ടു പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് എപ്പോഴും ഒരു ബിസിനസ്സിലായാലും ജീവിതത്തിലാണെങ്കിലും മുന്നോട്ട് തന്നെ നോക്കി പോകണം, നല്ലതാണ്. പക്ഷെ പുറകോട്ടേക്ക് ഇടയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട അത്യാവശ്യമാണ്. എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ, അത് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാക്കി തന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കി തന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് സങ്കടങ്ങൾ കിട്ടിയ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ആവർത്തിക്കാനും, സങ്കടങ്ങൾ വന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എപ്പോഴും നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ നമുക്കൊരു ഓവർവ്യൂ, ലാസ്റ്റ് മന്ത് ഓവർവ്യൂ നല്ലതാണ്. എപ്പോഴും നമ്മൾ എപ്പോഴും കോമ്പറ്റ് ചെയ്യുന്നത്, നമ്മൾ മത്സരിക്കുന്നത് മറ്റാളുകളെ തോൽപ്പിക്കാനോ മറ്റാൾക്കാരെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മൾ നമ്മളോട് തന്നെയാണ് കോമ്പറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ നമ്മൾ എന്തായിരുന്നു അതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു ആളായിട്ട് മാറുക, ഒരു ദിവസങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിയല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിൽ ശരിക്കും പറയാൻ നമ്മൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ മാസം, അതായിരിക്കണം നമ്മൾ കോമ്പറ്റീറ്റർ. ആക്ച്വലി നമ്മളിപ്പോ ഒരു ഫെബ്രുവരി മാസത്തേക്ക് നമ്മൾ ലാസ്റ്റിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാർച്ച് മാസത്തിലേക്ക് നമ്മളൊരു ടാർഗറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ടീമായിട്ട് ഒരു വർക്ക് ചെയ്ത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഫെബ്രുവരി മന്തിനെ പറ്റിയായിരിക്കണം. എന്തായിരുന്നു ആ ഒരു മന്ത് നമുക്ക് സമ്മാനിച്ച ഒരു മന്ത്, അത് എത്രമാത്രം നമുക്ക് ഗുണപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ ഒരു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആദ്യം നമ്മൾ ടാർഗറ്റ് നമ്മുടെ അപ്ലൈനുമായിട്ട് ഇരുന്ന് നമുക്ക് ഈ മാസം നമ്മൾ എന്താവണം നമ്മുടെ ബിസിനസ് എന്ന രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അത് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് നടന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കാതിരുന്നത്? ഇത് വ്യക്തമായിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ അപ്ലൈനുമായിട്ട് ഇരുന്നുകൊണ്ട് നമ്മളൊരു കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മാർച്ച് മാസത്തെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ആദ്യം സംസാരിക്കേണ്ട കാര്യം ഇത് തന്നെയായിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നേടാണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നേരിടുന്ന കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കി? അതിന്റെ റീസൺസ് നമുക്ക് എപ്പോഴും മനസ്സിലാവണം. കാരണം നമ്മളത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് താഴെ നമുക്കറിയാലോ, ഇന്ന് നമ്മളൊരു അപ്ലൈനുമാണ്, നമ്മൾ ഡൗൺലൈനുമാണ്. നാളെ നമ്മുടെ താഴെ ചില ആളുകൾ ഓരോ മാസം കഴിയുമ്പോൾ, മന്ത് ക്ലോസിങ് കഴിയുമ്പോൾ, സാറേ അത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല, അല്ലെങ്കിൽ അത് ആ മാസം വളരെ മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ടാവും. ബട്ട് ഫ്രണ്ട്സ്, ഇതിന് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിന് പല റീസൺസ് ഉണ്ടാവും. ഓരോന്നായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് എന്താണോ നമുക്ക് വിജയിക്കാൻ കാരണമായിട്ട് വന്ന കാര്യങ്ങൾ വീണ്ടും 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 റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനും, അതുപോലെ എന്താണോ നമുക്കൊരു മോശമായിട്ട് വന്നത്. ആക്ച്വലി ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുഡ് തിങ് ബാഡ് തിങ് അങ്ങനെ ഒരു കാര്യം നമുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലേ? പിന്നെ അതൊരു മോശമായിട്ടൊന്നും സംഭവിക്കാനില്ല. അത് നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ വലിയ വലിയ ലീഡേഴ്സ് ആക്കുന്നതും വലിയ വലിയ വിജയങ്ങളുണ്ട്. അപ്പൊ എന്ത് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്? ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, നമ്മളൊരു ഒരു ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മളൊരു മാസം ആരംഭിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ അത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിളിനെയാണ്. അറിയാം, വിന്നിൻ ടീമിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു 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 കോർ ഗോ ഗെറ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് PAC, പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ. എന്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നു, പക്ഷെ ഏറ്റവും വലിയ ഭാഗ്യം അതൊരു ടീമായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭാഗ്യം. പക്ഷെ എന്റെ കർത്തവ്യം, എന്റെ പേഴ്സണൽ ആക്ടിവിറ്റി ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് മൈ ഫ്രണ്ട്സ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. നമുക്ക് അത് തന്നെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള പകുതി ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെയാണ് നമുക്കൊരു ഒരു ഒരു ഗ്രോയിങ് ആക്ടിങ് അപ്ലൈനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മെന്ററുമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ഇരിക്കാൻ നമ്മൾ തയ്യാറാവണം. മിനിമം 2 പ്ലാൻ ഡെയിലി നമ്മൾ കാണിച്ചാൽ ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ 60 പ്ലാൻ നമ്മൾ കാണിക്കും, അല്ലെ? അപ്പൊ അതിനകത്ത് മിനിമം ഒരു 100 PVയുടെ ഒരു 3000 രൂപയുടെ ബിസിനസ് നടന്നാൽ പോലും അത് 50% റേഷ്യോ അല്ലെ റിസൾട്ട് കിട്ടിയാൽ പോലും മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് മിനിമം ഒരു 1,00,000 രൂപയുടെ ബിസിനസ് നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് നമ്മുടെ പേഴ്സണൽ കണക്ഷൻ എന്നോ നമ്മുടെ ടീമിലോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ചെയ്താൽ ഉറപ്പാണ് അത് ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, 1,00,000 രൂപ മാസം വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ. അങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യം, എന്റെ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്താൽ 1,00,000 രൂപയുടെ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്റെ ടീമിൽ ഒരു 10 പേര് അത് ചെയ്യുന്നുണ്ടെങ്കിൽ 11 ലക്ഷയുടെ ബിസിനസ്സും ഷുവർ ഷോട്ടായിട്ട് എനിക്ക് 1,00,000 രൂപ വരുമാനം കിട്ടുന്നുണ്ടാവും. പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്.
ചില ഏരിയയിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് ആക്ച്വലി നമുക്ക് എന്താ പറയുക റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നമുക്കറിയാം, നമ്മൾ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു ഓഫീസിൽ പോകുന്നുണ്ടാവും, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഈ ബിസിനസിന്റെ ഒരു 4 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മുടെ ഓഫീസിൽ പോകണം, നമ്മുടെ CEO അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വീക്ക്ലി മീറ്റിംഗിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രോത്ത് ഉണ്ടായ സ്ഥലങ്ങളിൽ എന്താണ് സംഭവിച്ചത്, ഗ്രോത്ത് ഇല്ലാത്ത രീതിയിൽ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ അവിടെ സിഇഒകൾ വളരെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അവിടെ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ, പുതിയ പുതിയ പ്രോസ്പെക്റ്റുകൾ വരുന്നുണ്ടോ, അവിടെ അവിടെ ആ ഏരിയയിൽ അവിടെ അങ്ങനെ ആ ഒരു സിഇഒയിലേക്ക് ആളുകൾ വരാൻ വേണ്ടി അവിടെ ആ ഏരിയയിൽ ഒരു 1-to-1 അതുപോലെ ഹോം മീറ്റിംഗ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയ കാര്യങ്ങൾ. ഹോം മീറ്റിംഗ് നടക്കുന്നുണ്ടോ? ഈ നടക്കുന്ന ഹോം മീറ്റിംഗ് ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഡൗൺലൈൻ നമ്മളോട് പറയും, സർ ഹോം മീറ്റിംഗ് നടക്കും, സാറ് പറഞ്ഞ പോലെ 10 ഹോം മീറ്റിംഗ് ഞാൻ എടുത്തു. പക്ഷെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ഈ 10 ഹോം മീറ്റിംഗ് അതൊരു ഒരു 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 പ്രോപ്പർ ആയിട്ടുള്ള ഹോം മീറ്റിംഗ് ആയിരുന്നോ, അതോ പേര് മാത്രമേ ഹോം മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ? അവിടെ കറക്റ്റായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയോ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഡെമോ കാണിക്കാൻ വേണ്ടി പറ്റിയോ, അത് നമ്മൾ അതിന്റെ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തോ? ആക്ച്വലി ആ സംസാരിച്ച ആൾക്കാർ ചിലപ്പോൾ ഒരു ഹോം മീറ്റിംഗ് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. സാധാരണ രീതിയിൽ ചിലപ്പോൾ കുറച്ച് ലേഡീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരും. കുറച്ചുകൂടി ബിസിനസ് നീഡുള്ള ആളുകളാണെങ്കിൽ ആ രീതി സംസാരിക്കണം. ഇത് സംസാരിച്ച രീതി കറക്റ്റ് ആയോ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അത് വീണ്ടും വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ നമ്മുടെ ടീമിൽ തന്നെ നമ്മളെ സംബന്ധിച്ച് കൺസിസ്റ്റൻസി ഓഫറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് വിമൽ സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞ പോലെ ആ ഒരു 14-ാം തീയതി എന്നൊരു ദിവസം അല്ലെ, 14-ാം തീയതി വരെയുള്ള 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കൺസിസ്റ്റൻസി ഓഫറിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഓഫർ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? അത് എവിടെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടായത്, എവിടെയാണ് നമുക്ക് വീക്ക്നെസ് ഉണ്ടായത്? അതുപോലെ ബാക്കിയുള്ള ദിവസം നമുക്ക് റീപർച്ചേസ് ഓഫറിൽ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഉണ്ടാവാനുള്ള ആ സെയിം PV വരികയോ അതിനൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ അതിനുശേഷം നമ്മൾ പുതിയ പുതിയ പ്ലാനുകളുടെ പുതിയ ജോയിനിങ്ങും അത് കൺസിസ്റ്റൻസി ഓഫറിലേക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? ബട്ട് ഫ്രണ്ട്സ്, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം മിക്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഈസി ആയിട്ട് ഒരു ബിസിനസ് കിട്ടിയിട്ട്, ഇത്രമാത്രം നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ബിസിനസ് കിട്ടിയിട്ട് എന്തുകൊണ്ട് ആളുകൾ വിജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാരണമുള്ളൂ, അവർ ചെയ്യുന്നതിന്റെ കാര്യങ്ങളുടെ നല്ലതും ചീത്തയും അവർ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. എപ്പോഴും ആൾക്കാരെ റിസൾട്ടിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. സാർ എനിക്ക് 10-ാം തീയതി എനിക്ക് ഇത്ര വരുമാനം കിട്ടിയുള്ളൂ, 30-ാം തീയതി വരെ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് 10-ാം തീയതി വരുമാനം കിട്ടാനുള്ള ഏറ്റവും വലിയ റീസൺ. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോസസ്സിലാണ്. ആ പ്രോസസ്സ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി റിസൾട്ട് നമുക്ക് 100% നമുക്ക് സക്സസ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം എൻ്റെ ഒരു ബിസിനസ് എനിക്ക് 1 ലക്ഷം മാസം വരുമാനം കിട്ടാൻ വേണ്ടി എൻ്റെ എത്ര സിഇഒകൾ എൻ്റെ പ്രസൻസ് ഉണ്ട്, എന്റെ ടീമിൽ എത്ര പ്രസന്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ മാസം എത്ര പ്രസന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ പ്രസന്റേഴ്സ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അവർ പ്രസന്റ് ചെയ്യുന്നുണ്ടോ, അവർ പ്രോപ്പർ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, സാർ ഞാൻ ഡെയിലി 2-3 പ്ലാൻ കാണിക്കുന്നുണ്ട്, പക്ഷെ സാറ് പ്രതീക്ഷ റിസൾട്ട് കിട്ടുന്നില്ല. അവരെ വിളിച്ചെഴുതി നമ്മുടെ കൂടെ എത്തി അവർ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പറയൂ. എനിക്ക് തുടക്കത്തിൽ സംഭവിച്ചു പോയ കാര്യമാണ്. ഞാൻ ആക്ച്വലി ഒരു പ്ലാൻ പറയാൻ വേണ്ടി പഠിച്ചു, ഞാൻ കുറെ ആൾക്കാരെ പ്ലാൻ കാണിക്കാനും മുന്നോട്ടൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്ത സമയത്ത് എൻ്റെ സ്പോൺസർ ആയിട്ട് നിൽക്കുന്ന എൻ്റെ ഡബിൾ ക്രൗൺ ഡയറക്ടർ സുരേഷ് കുമാർ സാർ എന്നോട് പറഞ്ഞ കാര്യമാണ്, നിജു ഇത് പ്ലാൻ എടുക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടില്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, നിജു എൻ്റെ മുമ്പിൽ വെച്ചൊന്ന് പ്ലാൻ എടുത്ത് കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ സാറ് മനസ്സിലായി ഞാൻ ചെയ്യുന്ന ചില രീതികൾ അതിന് പ്രോപ്പർ അല്ല, എൻ്റെ പോസ്റ്റ് കറക്റ്റ് അല്ല, എൻ്റെ കോൺഫിഡൻസ് ലെവൽ വേറെയാണ്, കുറച്ചുകൂടി കൂട്ടേണ്ട കാര്യമുണ്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തൊരു ഡൗട്ട് ഉള്ള പോലെ, അയാൾ ജോയിൻ ചെയ്യോ എന്നുള്ളൊരു ഒരു 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 വേവലാതി ഉള്ള പോലെ സംസാരിക്കുന്നു. അന്ന് പറഞ്ഞു തന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ലാസ്റ്റ് മന്ത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ലാസ്റ്റ് മന്തിൽ നമ്മുടെ ടീമിൽ എത്ര പ്രോഗ്രാംസ് നടന്നിട്ടുണ്ട്, അത് എത്ര ഹോം മീറ്റിംഗ് നടന്നു, സിഇഒസ് നടന്നിട്ടുണ്ടാവും, അതുപോലെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എത്ര പേര് ഇതിന്റെ ഒക്കെ എത്ര പേര് പങ്കെടുത്തു, അതിലെന്താണ് അതിന്റെ റിസൾട്ട്. ഓക്കെ, ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആയിരുന്നു, അതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ടീം മീറ്റിംഗ് നടത്തി 100 പേര് പങ്കെടുത്തു. 100 പേര് പങ്കെടുത്തു, പക്ഷെ അത് എത്രമാത്രം ഉപകാരപ്പെട്ടു, അത് അവിടെ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേര് അതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. മിക്ക ആളുകളും സംഭവിക്കുന്ന കാര്യം, പ്രോഗ്രാം അടിപൊളിയാണ്, ഒരു 1000 പേര് പങ്കെടുത്ത അടിപൊളി പ്രോഗ്രാം ആയിരുന്നു, സോ വാട്ട്, അതിന് എന്ത് റിസൾട്ട് ആണ് കിട്ടിയത്? ആ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേര് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്?
അല്ലേ? നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാം കാണുമ്പോൾ, അപ്ലൈനെ കാണുമ്പോൾ, ഒരു ഫംഗ്ഷൻ കാണുമ്പോൾ ഒരു ആവേശമൊക്കെ തോന്നും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിനുവേണ്ടി എന്താണ് അവരുടെ ലൈഫിൽ അവർ പുതിയതായിട്ട് ആഡ് ചെയ്ത ഹാബിറ്റ് എന്താണ്, അത് അവർ കണ്ടിന്യൂട്ടായിട്ട് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട വല്ല അത്യാവശ്യമാണ്. കാരണം ഈ മിക്കപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാസം അവസാനം ലാസ്റ്റ് ആവുമ്പോഴാണ് ഈ സൈഡോളിയത്തിന് വേണ്ടി ഓടി നടക്കുന്നു. ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു ലാസ്റ്റ് ഡേ, ബില്ലിംഗ് ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ ഒരു ഒരു മാസം തുടങ്ങുന്ന സമയത്ത് ഒരു തിങ്കിങ് ഡേ ഒക്കെ ആയിട്ട്, പണ്ട് നമ്മുടെ പ്രവീൺ സാറൊക്കെ പഠിപ്പിക്കുന്ന പോലെ ഒരു തിങ്കിങ് ഡേ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ദിവസങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ടൊരു ബ്ലൂ പ്രിന്റ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും നമുക്ക് വേണം. അപ്പൊ കഴിഞ്ഞ മാസം സംഭവിച്ചു പോയ കാര്യങ്ങൾ, നമ്മൾ എത്ര എത്ര പ്രൊഡക്റ്റ് ട്രെയിനിങ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് എത്ര എത്ര ഹെൽത്തിയർ പ്രൊഡക്റ്റിനെ പറ്റി ആൾക്കാർ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്, അത് നമ്മൾ പ്രതീക്ഷ രീതിയിൽ നടന്നിട്ടുണ്ടോ? അപ്പൊ ഈ മാസം നമുക്ക് അത് നല്ലതാണെങ്കിൽ ഈ മാസം അതിന് പറ്റിയ രീതിയിൽ അന്ന് കൊടുത്ത ആ സെഗ്മെന്റിന് അടുത്ത സെഗ്മെന്റ് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, ഇങ്ങനെ രീതിയിൽ കഴിഞ്ഞ മാസത്തോട് നമ്മൾ 100% അതിനെ കോമ്പറ്റ് ചെയ്ത് ഒരു 2025 ഗ്രോത്ത് ഈ മാസം ഉണ്ടാവണം എന്ന രീതിയിൽ തന്നെ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു മാസത്തെ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യണം. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രോയിങ് അപ്ലൈൻ നമ്മൾ ഇതിങ്ങനെ നമ്മൾ ചെയ്തു പോയാൽ കിട്ടുന്ന കാര്യം, ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുറെ ടീം നമുക്ക് ഉണ്ടാവും. പക്ഷെ എത്ര ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അതുപോലെ എല്ലാ മാസവും നമുക്ക് മിനിമം ഒരു ഒരു പ്രസന്റർ വെച്ചെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. മിക്ക ആൾക്കാരും പല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടും അതിന്റെ പോരായ്മ മനസ്സിലാക്കി അതിന്റെ കൂടുതൽ നമ്മൾ, അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് അല്ല, നമ്മൾ ഗോൾ അല്ല മറ്റേ ചില ഗെയിം ചേഞ്ചിങ് പ്ലാനുകൾ ഉണ്ടാവും. ചില കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്യേണ്ടതും ചില കാര്യങ്ങൾ നമ്മൾ ലൈറ്റ് ആക്കേണ്ടതുണ്ടാവും. അതിന് ഈ ഒരു പ്രോസസ്സ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാവരും അത് ചെയ്യണം.